ഇത് എന്താണ് സംബന്ധിച്ച് നമ്മൾ ഈ കാണുന്നത്? ഇതൊരു ഡ്രമ്മിലാണ് ഇരിക്കുന്നത്. ഇത് ആളുകൾക്ക് വിശ്വാസം വരില്ല. ഇത് കാരണം ഇതിന് കപ്പാസിറ്റി താങ്ങാൻ വയ്യാത്ത രീതിയിൽ അത്രയും മാങ്ങയാണ് കൈയോട് നോക്കാൻ. ഇത് മാമ്പഴം പഴുത്ത് സംബന്ധം ഇവിടെ ഇവിടെ നോക്കാം. ഇത് പഴുത്ത് നിൽക്കുന്നത്. നമ്മൾ ഒരിക്കലും ഡ്രമ്മിനകത്ത് ഇത്രയും ഡ്രമ്മിനകത്ത് മാങ്ങ കായ്ക്കില്ല എന്ന് പറയുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയാണ്. ഈ മാവാണ് അതിന് മറുപടി പറയുന്നത്, ഞാനല്ല. നിങ്ങളല്ല, മാവാണ് തീർച്ചയായിട്ടും മറുപടി പറയും. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. മുകളിൽ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഒരു കൗണ്ട് ചെയ്യാം. അത് മുകളിലുണ്ടല്ലോ ഒരു കൊല നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കൊല നിൽക്കുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ കായ പിടിച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് പഴുത്തുണ്ടല്ലോ ഒന്ന്. നമുക്കൊന്ന് കട്ടി അതുപോലത്തെ ഇവിടെ അടിയുന്ന പഴുപ്പ് പറിക്കാനായിരിക്കുന്നു. ഡ്രമ്മിനകത്ത് മാവ് വെച്ചാൽ കായ്ക്കില്ല എന്നുള്ളത് പലവരും നമുക്ക് കമന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കുള്ളൊരു മറുപടി മാവാണ് പറയുന്നത്, ഞാനല്ല. നിറയെ മാങ്ങ അയച്ചുകൊണ്ട് മാവ് വഴുതി പഴുത്ത് നിൽക്കുന്നത്. ഇതിന്റെ പേരാണ് മഹാചാനുക് അല്ലേ? അത് ബംഗാളികൾ ബനാന മാംഗോ എന്നുള്ള പേര് പറഞ്ഞപ്പോ നമ്മൾ മലയാളിയും ബനാന മാംഗോ ആയി മാറി. മഹാചാനുക് ആണ്. നല്ല മാങ്ങയാണ്. നല്ല കണ്ടില്ല, നീണ്ട് കാണാനുള്ള അതിൻ്റെ ഒരു ഭംഗി. പിന്നെ പഴുത്താലും നല്ല അത്യാവശ്യം ഫ്ലേവറും തിന്നാനും കഴിക്കാനൊക്കെ ടേസ്റ്റുള്ള മാങ്ങ. ഇത് കണ്ടില്ല പഴുത്ത മാങ്ങകൾ കണ്ടില്ലേ? ഇത് നമുക്ക് വീട്ടുമുറ്റത്ത് ഇതുപോലെ മാവ് ഡ്രമ്മിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിന്നാനുള്ള രസം, കാണാനുള്ള ഭംഗി, അതിനൊക്കെ പറ്റിയൊരു മാങ്ങയാണ് മഹാചാനുക് അഥവാ ബനാന മാംഗോ. മാവിന് താങ്ങാൻ വയ്യാത്തതുകൊണ്ട് കൊമ്പൊക്കെ താഴേക്ക് ഇങ്ങോട്ടൊക്കെ വാ. ഈ ഭംഗിന്റെ റൗണ്ടിൽ നീ ഒരു വീഡിയോ എടുക്കുക. കാരണം മൊത്തം റൗണ്ടായിട്ട് എല്ലായിടത്തും മാങ്ങ എഴുതാൻ കണ്ടില്ലേ? ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. അതിന്റെ ഇടയിൽ മുകളിലേക്ക് നോക്കി ശരിക്കും ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് കൊമ്പ് ഇവിടുന്ന് ഇങ്ങോട്ട് വിരിഞ്ഞിട്ടല്ലേ? ട്രെയിൻ ചെയ്താണ് കട്ട് ചെയ്തിട്ട് 3 ബ്രാഞ്ചസ് ഉണ്ട്. ഒരു ബ്രാഞ്ചസ് ഫംഗസ് വന്ന് പോയത്. ഇതിൽ ശരിക്കും നമുക്ക് എലനക്കായും കൂടുതൽ മാങ്ങാന്ന് പറയേണ്ടി വരും. ഒരു ശരിക്കും ബനാന മാംഗോ അല്ലെങ്കിൽ ഈ മഹാചാനുക് അല്ലേ? നമ്മുടെ കാലാവസ്ഥയിലൊക്കെ നല്ല റിസൾട്ട് അല്ലേ? എന്തിനാ പറയുന്നത്? മാവ് പറയല്ലോ, ഞാൻ പറയണല്ലോ. കാരണം ഞാൻ ഉത്തരം പറയുമ്പോൾ അത് ഇത് മാവാണ് പറയുന്നത്. കണ്ട, ഇത് കാലാവസ്ഥക്ക്, ക്ലൈമറ്റിന്, കായപിടുത്തം, റമ്മില് എല്ലാം ഈ മാവിലുണ്ട്. പുതിയ വെറൈറ്റികൾ വിദേശ രാജ്യത്ത് നമ്മളെ നാട്ടിൽ എത്തുന്ന സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാവും. ഇത് അങ്ങനെ റംബുട്ടാനും പുലാസാനും മാങ്കോസ്റ്റിനൊക്കെ അന്ന് ഹോം ഗ്രൗണ്ട് ഇറക്കിയ സമയത്ത് ഇതൊന്നും നമ്മളെ കേരളത്തിൽ കായ്ക്കില്ല, ഇതൊക്കെ വിദേശത്ത് നിന്നൊക്കെയുള്ള ആളുകൾ പിന്നെ അത് തീർച്ചയായിട്ടും അത് മാറ്റി പറയേണ്ടി വന്നു, അത് വെക്കേണ്ടി വന്നു. അതുപോലെ വിദേശ മാവുകൾ ഇവിടെ നല്ലതല്ല, അത് ടേസ്റ്റ് ഇല്ല, അത് ഫ്ലേവർ ഇല്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ അത് വെക്കേണ്ട ഒരു ഗതികേടിലേക്ക് വന്നു. കാരണം ആദ്യം തള്ളി പറഞ്ഞവരൊക്കെ പിന്നെ വാങ്ങി. ഇപ്പം നമുക്ക് കടയിൽ ഇവിടെ കമ്പ്യൂട്ടർ വന്നപ്പോൾ കമ്പ്യൂട്ടർ പറ്റില്ല, ട്രാക്ടർ ഇപ്പോൾ നിലത്തിറങ്ങിയപ്പോൾ ട്രാക്ടർ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അതുപോലെ ഓരോ കാലഘട്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ വഴിമാറി കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഫ്ലോപ്പ് ആയിക്കൂടാ. അതെല്ലാ കാര്യത്തിലും ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ നല്ലതിനെ എപ്പോഴും പ്രൊമോട്ട് ചെയ്യണല്ലോ, അംഗീകരിക്കണല്ലോ. ഇത് എത്ര വർഷമായിട്ടുണ്ടാവും? ഇത് ഏകദേശം എനിക്ക് തോന്നുന്നത് 8 വർഷമായ ഒരു പ്ലാന്റാ. 8 വർഷം മുകളിലേക്ക് ഇനി പ്രായം കൂടുന്നിടത്തോളം ബ്രാഞ്ചസ് കൂടുന്നതോറും അതിന്റെ കായപിടുത്തം കൂടും, മാങ്ങ കൊഴിച്ചിൽ കുറയും, അതിന്റെ പിന്നെ ടേസ്റ്റിൽ രുചിയിലൊക്കെ ഉണ്ടല്ലോ, അതുണ്ടല്ലോ മറ്റേ ഇതൊക്കെ അത് കൂടുതൽ വരും, അതിന്റെ ബ്രിക്സ് കൂടും. ഇതൊക്കെ മാങ്ങക്ക് വർഷങ്ങൾ കൂടുന്നതോറും കൂടിക്കൊണ്ടിരിക്കും.